എഡ്വിൻ ജോർജ് ഉണ്ട്. ജമ്മുവിൽ നിന്നും ഡൽഹിയിലെത്തിയ വിദ്യാർത്ഥിയാണ്. എഡ്വിൻ, കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. എഡ്വിൻ, എങ്ങനെയാണ് ഇപ്പൊ ഡൽഹിയിലേക്ക് എന്താണ് സാഹചര്യം വന്നത്? എങ്ങനെയാണ്? ഞങ്ങള് ആക്ച്വലി ഒരു സ്പെഷ്യൽ ട്രെയിൻ ഞങ്ങൾ പ്രൊവൈഡ് ഇന്നലെ. അപ്പോ ആ സ്പെഷ്യൽ ട്രെയിൻ കയറിയിട്ടാണ് ഇപ്പൊ ഡൽഹിയിലേക്ക് എത്തിയത്. ഹലോ, കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. നിലവിൽ ഇപ്പൊ നിങ്ങൾ കേരള ഹൗസിലല്ലേ ഉള്ളത്? അല്ല, നമ്മള് സുർജിത് ഭവനിലാണുള്ളത്. എവിടെയാണ്? സുർജിത് ഭവനില്. നാട്ടിലെവിടെയാണ് എഡ്വിൻ? ഞാൻ വയനാട്ടില്. വയനാട്ടിലാണ്. വയനാട്ടിലേക്ക് പോകാനാണ് ഇപ്പോ ആവശ്യപ്പെടുന്നത് അല്ലേ? അതെ. നാളെ സർക്കാർ ഒരു ട്രെയിൻ ഇതാക്കുന്നത് എക്സ്ട്രാ ബോഗി ചെയ്ത്. അപ്പോ നാട്ടിലേക്ക് നാളെ കയറ്റി വിടുന്നുണ്ട്. ഇപ്പൊ ഒരു 10-40 ജമ്മുന്ന് വന്നവരുണ്ട്, പഞ്ചാബിൽ നിന്ന് വന്നവർക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു 100ന്റെ അടുത്ത ആൾക്കാരുണ്ട് അവിടെ. ഈ പഹൽഗാം ആക്രമണം നടക്കുന്ന സമയത്തൊക്കെ എഡ്വിൻ ജമ്മുവിലുണ്ടായിരുന്നോ? അതെ, ഞാൻ ജമ്മു ലാസ്റ്റ് ഇവിടെ അതൊരു ഇലക്ഷൻ വന്നപ്പോരുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴായിരുന്നു അവിടുന്ന് യൂണിവേഴ്സിറ്റിക്ക് കംപ്ലീറ്റ് ഷട്ട് ചെയ്തു. അതിനടുത്തും വെക്കേറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ വെക്കേറ്റ് ചെയ്ത് വന്നതാണ്. വെക്കേറ്റ്. അപ്പം നേരെ വയനാട്ടിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല? ഇല്ല, അതായത് കംപ്ലീറ്റ് ബസ്സുകളെല്ലാം നോക്കിയപ്പോ ബസ്സൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ട്രെയിൻ ഉണ്ടായിരുന്നില്ല. ട്രെയിൻ ഫുള്ളായിട്ടായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. പിന്നെ രാത്രിയില് അവിടെ ട്രാവലിംഗും അവർ നിരോധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 7 മണി 8 മണിയാകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ക്ലോസ് ചെയ്ത് ബ്ലാക്ക് ഔട്ട് ആയിരുന്നു. അപ്പോ അങ്ങനെ നമുക്ക് സാഹചര്യത്തിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്താ ജമ്മുവിലെ എന്താ പഠിക്കുന്നത്? ഞാൻ നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡീസ് കോഴ്സാണ്. അവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. ഓക്കെ. എങ്ങനെയാണ് ആദ്യത്തെ ഒരു അനുഭവമാണോ? എത്ര നാളായി ജമ്മുവില്? ഇപ്പൊ ഞങ്ങൾ PG ചെയ്തോണ്ടിരിക്കുക. രണ്ടാമത്തെ ഫൈനൽ ഇയറാണ്. അപ്പോ ആദ്യത്തെ അനുഭവമാണ്. അപ്പൊ എങ്ങനെയാ, ഇത് ആദ്യത്തെ അനുഭവമാണോ? അതെ. നമ്മള് കാരണം ഇങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ മിസൈലിങ്ങനെ ഇവരുടെ ഇന്ത്യ എയർ സ്ട്രൈക്ക് ചെയ്ത് ഡ്രോണുകളൊക്കെ വെടിവെച്ചിട്ട് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് അതിനെ കണ്ടപ്പോ നമുക്കുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടുകാർക്കും വല്ലാത്ത ടെൻഷനായിരുന്നു. പിന്നെ അവിടെ ഉള്ളവരൊക്കെ ആർമിക്കാരെപ്പോഴും നമ്മൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അവര് പറയുന്നത് എന്താണ്, സേഫാണ്, കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇവിടെ നിൽക്കാതെ നാട്ടുകളിലേക്ക് തന്നെ പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവിടെ നിന്ന് കയറിയിരുന്നു. എഡ്വിൻ, ഇപ്പൊ ജമ്മുന്ന് മാത്രമല്ല രാജസ്ഥാൻ, പഞ്ചാബ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള കുട്ടികളും നിങ്ങളുടെ കൂടെ ഉണ്ടല്ലേ? അല്ല, നമ്മുടെ ഇവിടെ പഞ്ചാബിൽ നിന്നുള്ള കുട്ടികളാണ് കൂടുതലുള്ളത്. എല്ലാവരും പഞ്ചാബും പിന്നെ നമ്മളൊരു 45ഓളം വരുന്ന ജമ്മുവിൽ പഠിക്കുന്ന മലയാളം. ഈ പഞ്ചാബ് എന്ന് പറയുമ്പോ പാകിസ്ഥാന്റെ അതിർത്തി മേഖലയാണല്ലോ. അപ്പൊ പഞ്ചാബിലേക്കൊക്കെ ഉള്ള കുട്ടികളെ തിരിച്ച് അങ്ങോട്ടേക്ക് അയക്കുന്നുണ്ടോ ഇപ്പോ? ഇല്ല, അതായത് പഞ്ചാബിലേക്കുള്ള കുട്ടികളെല്ലാരും ഇപ്പോ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, ഡൽഹിയിലേക്ക് വന്നിട്ടുണ്ട്. മലയാളികൾ എല്ലാവരും വരികയാണ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ നമ്മളിപ്പോ അവിടെ നിൽക്കാനൊക്കെ സമ്മതിക്കുന്നില്ല. യൂണിവേഴ്സിറ്റി ഷട്ട് ചെയ്യുന്നു. പിന്നെ ഹോസ്റ്റലുകളെല്ലാം അടച്ചു. 75 പേര് നിങ്ങളിപ്പോ ഇവിടെ ഉള്ളല്ലേ കേരള ഹൗസിൽ? അല്ല, 45 കേരള ഉള്ളത്. എന്താണ് ഇപ്പോ, ആരെങ്കിലും സംസാരിച്ചിരുന്നോ? കേരളത്തിലുള്ള രാഷ്ട്രീയ നേതാക്കൾ KC വേണുഗോപാലൊക്കെ ഇടപെട്ടു എന്ന് അറിയുന്നുണ്ട്. ഇന്നലെ രാത്രി ഞങ്ങൾ അവിടെ LABB അവിടെ സ്വാഗതം ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാം പറഞ്ഞു ഓക്കെ. പിന്നെ ഇപ്പൊ രാവിലെ MP ജോൺ ബ്രിട്ടസ് എന്ന് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നിട്ടെല്ലാം സംസാരിച്ച് പോയിട്ടുണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ജമ്മുവിലേക്ക് പോകാൻ പേടിയുണ്ടോ? ഇല്ല, പേടിയില്ല. ആക്ച്വലി എന്തായാലും സ്പീഡ് നമ്മുടെ തീർന്നിട്ടില്ല. അപ്പൊ ഇപ്പൊ ഓളോ സഡൻ ഒരു നിർത്തിവെക്കലായിരുന്നു. പിന്നെ അവിടെ നമുക്ക് അവിടുത്തെ സാഹചര്യം അറിയാം, അവിടുത്തെ ആൾക്കാരെല്ലാവരും അറിയാം. ഇപ്പോ പേടിയല്ല, പിന്നെ അവിടുത്തെ ആൾക്കാരുടെ ഒരു സാഹചര്യം ആണെന്തോ സങ്കടമുണ്ട്. ശരി എഡ്വിൻ, സുരക്ഷിതമായിരിക്കൂ. എല്ലാവരും വളരെ ധൈര്യമായിരിക്കും. ഇന്ത്യൻ സേന വളരെ ശക്തമായി നമ്മോടൊപ്പം ഉണ്ടല്ലോ അല്ലേ? എല്ലാവരും എല്ലാവരും ഡിഫൻസ് എല്ലാം അടിപൊളിയാണ്. അതുകൊണ്ട് കുറച്ചൊന്നുമല്ലാണ്ട് അവിടെ എല്ലാവരും ജമ്മുള്ളവരാണെങ്കിലും അവര് ഓക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. കൂടെ ചോദിച്ചോട്ടെ എഡ്വിൻ, അതായത് 14 ദിവസം പെഹൽഗാം അറ്റാക്ക് നടന്ന് 14 ദിവസത്തിന് ശേഷമാണ് ഇന്ത്യ തിരിച്ചടിക്കുന്നത്. അപ്പോ എന്തെങ്കിലും ഒരു സൂചന നിങ്ങൾ ജമ്മുവിലുള്ളവർക്ക് അറിയാമായിരുന്നോ? ഇല്ല, അതൊരു ഇന്ത്യ ഇതേപോലത്തെ ഓപ്പറേഷൻ നടത്തുന്നുണ്ടെന്ന് ഉറപ്പായിരുന്നു. കാരണം ഇതിന് 19 പുൽവാമ നടന്നപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നല്ലോ. അപ്പോ അറിയാമായിരുന്നു ഒരു സ്ട്രൈക്ക് നടത്തുന്നത് ഇതേപോലെ വൈകിട്ട്. ഇങ്ങനൊരു സിറ്റുവേഷനിലേക്ക് പോകുന്നുള്ള അറിയില്ലായിരുന്നു. പക്ഷേ അത് തിരിച്ചടിക്കില്ല എന്നാണ് വിചാരിച്ചത്.
ഓൾ ഓഫ് സഡൻ പാകിസ്ഥാൻ ഇങ്ങനെ ഡ്രോണുകൾ ഇങ്ങനെ വിട്ടുവെച്ച് അറ്റാക്ക് ചെയ്യുന്നതായിരുന്നു. പിന്നെ ഷെല്ലാക്ഷൻ അവിടെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.